താലി. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? ദേവാ, ദേവാ. കട്ടിലിൽ ഇരുന്നവൻ എഴുന്നേറ്റ് വന്ന് തോളിൽ തട്ടിയപ്പോഴാണ് മിത്തു ഞെട്ടുന്നത്. സർ. എന്താടോ? വന്നിപ്പോ കണ്ണും തുറന്നാണോ തന്റെ സ്വപ്നം കാണൽ? അതൊന്നുമില്ല. ഞാൻ വേറെന്തൊക്കെയോ ഓർത്തുപോയി. ഓർത്തു പിടിച്ച് കണ്ണു നിറഞ്ഞവൻ കാണാതിരിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തിയെങ്കിലും അത് പാഴായിപ്പോയി. ദേവാ, എന്താടോ താൻ എന്താ ഇങ്ങനെ? ഞാൻ കരുതി നീ നന്നായെന്ന്. ചിരിച്ചും കൊണ്ട് അവൻ അത്രയും പറയുകയും മിത്തു മിഴികൾ അവനിലേക്ക് കൂർപ്പിച്ചു. താൻ ദേഷ്യപ്പെടാനായി പറഞ്ഞതല്ല. പോയ വർഷങ്ങളിൽ താൻ കുറച്ചുകൂടെ ബോൾഡായിരുന്നു എന്ന് ഞാൻ കരുതി. ഇതൊരുമാതിരി പണ്ടത്തെ എന്റെ പിന്നത്തെ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കണ്ണു നിറച്ചു നിൽക്കുകയാ. ഇതുവരെ അതൊന്നും നിർത്താറായില്ലേ? കഷ്ടമുണ്ടോ. ഇനി അതൊന്നും തനിക്ക് ചേരില്ല കേട്ടോ. അത്യാവശ്യം നന്നായി തന്നെ കളിയാക്കിയാണ് അവൻ അത്രയും പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയൊന്നും നൽകാതെ മിത്തു ഒരു നോട്ടത്തിൽ എല്ലാം ഒതുക്കി അവനെ ഒഴിഞ്ഞു പുറത്തേക്ക് നടന്നു. ദേവാ. അവൾ അവിടെ നിന്നു. പിന്തിരിഞ്ഞവൾ നോക്കില്ലെന്ന് തോന്നിയതുകൊണ്ടാകും അവൻ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നത്. സങ്കടം മനസ്സിലുണ്ടെങ്കിൽ അത് കരഞ്ഞു തീർക്കുന്നത് തന്നാടോ നല്ലത്. മനസ്സിന്റെ ഭാരം ആ വെള്ളത്തുള്ളികളിൽ ഒഴുകിപ്പോകും. ഞാൻ തുമ്മാ തന്നെ കളിയാക്കിയെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇനിയിപ്പോ കരച്ചിൽ വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി എന്റെ മുന്നിൽ നിന്നും ഓടി ഒളിക്കാനൊന്നും താൻ നിൽക്കണ്ട കേട്ടോ. അവൾ അത് കേട്ടു നിന്നല്ലാതെ തിരിച്ചൊരു പ്രതികരണവും വന്നില്ലെന്ന് കണ്ട് അവൻ അവളെ പിന്നെയും വിളിച്ചു. ദേവാ, ഞാൻ പറഞ്ഞത് കേട്ടോ താൻ? സർ. മുന്നിൽ നിന്നും പോകാൻ നിൽക്കെ അവൾ അവനെ പിന്നിൽ വിളിച്ചു. സാറും ഒരുപാട് മാറിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി മാറിയിട്ടില്ലെന്ന്. കാര്യം മനസ്സിലാകാത്ത പോലെ അവൻ നെറ്റി ചുളിച്ച് അവളെ നോക്കി. സർ പണ്ടും ഇങ്ങനെയായിരുന്നു. എന്നെ കരയിക്കുന്നതിലും കളിയാക്കുന്നതിലുമായിരുന്നു അന്നും കൂടുതൽ താല്പര്യം. ഇന്നും അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞവൾ ബാക്കി അവന്റെ മുഖത്തെ ഭാവങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ തനിക്കെന്നും പറഞ്ഞ് പുറത്തെടുത്തു വെച്ചിരുന്ന ഡ്രസ്സുകൾ അലമാരയിലേക്ക് തന്നെ വെക്കുന്നതിൽ വ്യാപൃതയായി. ശ്രീക്കത് കേട്ട് ആദ്യം ഒരൽപ്പം ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ അത് പതിയെ പുഞ്ചിരിയിലേക്ക് വഴിമാറി. മാറ്റങ്ങളുണ്ട്, പ്രകടമായി തന്നെ. അവളിലേക്ക് പായുന്ന മിഴികളോട് അവൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. ശ്രീ തലയൊന്ന് കുലുക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അല്പനേരത്തിന് ശേഷം ആ ദേവാ. എന്തോ ഓർത്തുപോലെ അവൻ ബാത്റൂമിൽ നിന്നും വിളിച്ചു. സർ. പുറത്തുനിന്ന് അവൾ വിളി കേട്ടു. ദേവ, മോൾക്ക് ഡയപ്പർ തീർന്നു. നേരത്തെ പുറത്തുനിന്ന് വന്നിട്ടും വാങ്ങിക്കാൻ മറന്നു. ഇപ്പോ തന്നെ പുറത്തിറങ്ങുമ്പോൾ മേടിക്കാൻ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണേ, അല്ലെ പിന്നെ ഞാനങ്ങ് വിട്ടുപോകും. ശരി സർ. അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മിത്തു മുറിയിലുണ്ടായിരുന്നില്ല. താൻ മുകളിലും താഴെയുമായി വെച്ചിരുന്ന ബാഗുകളൊക്കെയും അടുക്കി വെച്ചത് ഒതുക്കി എല്ലാം കട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അവൾക്കായി വാങ്ങി വെച്ചിരുന്ന ചുരിദാറുകൾ പഴയ പോലെ അലമാരിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇനി ഇവിടെ നിന്നും ചുമക്കേണ്ടെന്ന് കരുതിയായിരിക്കും. അവൻ ഡ്രസ്സ് ചെയ്ത് താഴേക്കിറങ്ങുമ്പോൾ തന്നെ കേട്ടു സഖ്യയുടെ വലിയ വായിലുള്ള ആക്രോശങ്ങൾ. ഇതിനിടയിൽ നിവിയുടെയും അമ്മയുടെയും ഒക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്രീ വേഗം താഴേക്ക് നടന്നെത്തി. സഖ്യയാണ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. അവളെ കേട്ടുകൊണ്ട് തന്നെ ശ്രീ സോഫ സെറ്റിന്റെ സൈഡിലെ കസേരയിൽ കൈയൂന്നി മുന്നിലേക്ക് നിന്നു. അമ്മയോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് ഡയപ്പർ ഇട്ട് എവിടെയെങ്കിലും ഇരുത്താവൂന്ന്. അതെങ്ങനാ? ഞാൻ പറയുന്നതിനൊക്കെ ഇവിടെ പുല്ല് വിലയല്ലേ. ഇതിപ്പോ നോക്കിയേ, ഇവൾ മൂത്രമൊഴിച്ചതിലല്ലേ മോൻ ഇത്രയും നേരം ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? മോളെ, എവിടെ ഇവളുടെ പുതിയ അമ്മ? ഈ കൊച്ചിനെ നോക്കാനല്ലേ അമ്മയുടെ പ്രിയപ്പെട്ട മോളെ സീമന്തപുത്രന് കെട്ടിച്ചു കൊടുത്തത്. ശ്രീകുട്ടി, നീ ഇത് എന്തൊക്കെയാടി വിളിച്ചു പറയുന്നത്? സതിയുടെ സ്വരത്തിൽ ദേഷ്യം പിടിമുറുക്കി തുടങ്ങി. അമ്മ കൂടുതൽ ന്യായം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കറിയാത്തൊന്നും അല്ലല്ലോ അമ്മേ. ശ്രീകുട്ടി, പുതിയൊരുത്തിയെ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നപ്പോ ഞാൻ കരുതി മാനസപുത്രിയുടെ കയ്യിലേക്ക് കൊച്ചുമോളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേക്കും അമ്മ എന്റെ മോന്റെ കാര്യത്തിൽ ഒരു താല്പര്യവും ഉത്തരവാദിത്തവും ഒക്കെ ഉണ്ടാകുമെന്ന്. എവിടെ? നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹം നിങ്ങളുടെ മോന്റെ കുഞ്ഞിനെ തന്നെയാ. ഇടി. അമ്മ ഇത്രയും ഒച്ച എടുക്കണമെന്നില്ല. ഞാനൊരു സത്യം പറഞ്ഞതാ. ശ്രീമോ. സതി അവളെ വിളിക്കും മുന്നേ നിവി അവളെ വിളിച്ചു. സഹ്യ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നിവേദ് കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ പുറത്ത് ഒരല്പം പോലും ഉത്തരവാദിത്തമില്ല. അപ്പൊ പിന്നെ ഞാൻ വേറൊരാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിവിയുടെ മുഖത്തടിക്കും പോലെയുള്ള പറച്ചിലിൽ എല്ലാരും അവളെ ദേഷ്യത്തോടെ നീക്കിയെങ്കിലും അതൊന്നും അവളെ ലെവലേശം ബാധിച്ചില്ല. അവളുടെ കണ്ണുകൾ കുഞ്ഞുണ്ണിയിൽ മാത്രമായിരുന്നു. ഉടുപ്പും ദേഹവും മുഴുവനും മൂത്രത്തിൽ കുളിച്ചു നിൽക്കുന്ന കുഞ്ഞിൽ സഹ്യ നിലത്തിരുന്ന കുഞ്ഞിനെ വാരിയെടുത്തു. അല്ലേലും അമ്മയ്ക്ക് അമ്മയുടെ മോന്റെ മോളെയല്ലേ പിടിക്കൂ. എന്റെ കുഞ്ഞിന്റെ കാര്യം വരുമ്പോ എന്നും രണ്ടാം തരമാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ കാര്യം ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം.
വേറെ ആരും നോക്കി കഷ്ടപ്പെടണ്ട. ആരും. വാശിയോടെ കുഞ്ഞിനെയും എടുത്തു നടന്നും സതി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അപ്പോ ഇന്ന് ഈ നിമിഷം മുതൽ നിന്റെ കുഞ്ഞിന്റെ കാര്യം നീ തന്നെ നോക്കുമല്ലോ അല്ലേ? ഉറപ്പാണല്ലോ? സതിയുടെ നോട്ടം അവൾക്ക് നേരെയായി. ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുന്നവളെ വെറുതെ വിട്ട് സതി മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. അപ്പോ എല്ലാരും കേൾക്കാനായിട്ട് പറയുക, ഇനി ആരും കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. ഞാൻ എന്റെ ലീവ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. നാളെ ഓഫീസിൽ പോയി ലീവ് ക്യാൻസൽ ചെയ്താൽ അപ്പം മുതൽ എനിക്ക് എന്റെ ജോബ് വിത്ത് പ്രൊമോഷൻ കയറാൻ പറ്റും. ഞാൻ എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായി ലീവ് എടുത്തിരിക്കുന്നതെന്ന് അവൾക്കറിയില്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. ഇനിയും എനിക്ക് 2-2.5 വർഷം സർവീസ് കിടപ്പുണ്ട്. വെറുതെ ഞാനെന്തിനാ അത് കളയുന്നത്? അതും എന്റെ എല്ലാ പ്രവൃത്തികളും ദോഷം കാണാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി. സതി സഹിയൊന്ന് രൂക്ഷമായി നോക്കി പറഞ്ഞു. അമ്മ അങ്ങനെയൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. അമ്മയുടെ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ കൊച്ചുമോളെ നോക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. പക്ഷെ അവസാനം അവൾ പറഞ്ഞു നിർത്തിയ വാക്കുകൾക്ക് ആദ്യത്തെ അത്രയും ശൗര്യം ഉണ്ടായിരുന്നില്ല. ആണോ? ഉറപ്പാണോ നിനക്കത്? സതി അവളുടെ മുന്നിലേക്ക് കയ്യും കെട്ടി നിന്നുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ മുഖത്ത് നോക്കി പറയടിയത്. സതിയുടെ സ്വരം നാളുകൾക്ക് ശേഷം ചുവരുകളെ പോലും പിടിച്ചു കുലുക്കി. ദേവി. പക്ഷെ നീലന്റെ ശബ്ദം അവരുടെ ദേഷ്യത്തിന്റെ കടിഞ്ഞാണിനെ പിടിച്ചു നിർത്തിയില്ല. ഏട്ടൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ മോളും തമ്മിലുള്ള പ്രശ്നമാണ്. ഇടത് കൈ ഉയർത്തി നീലനെ തടയുമ്പോഴും സതിയുടെ മിഴികൾ അവളിൽ നിന്നും അല്പം പോലും മാറിയില്ല. ശ്രീകുട്ടി, നിന്നോടാ ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ വീട്ടിലിരിക്കുന്നത് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാത്രമാണോടി? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ജോലി 3 വർഷത്തിന് മുന്നേ കളഞ്ഞ് വീട്ടിലിരിക്കണ്ടേ? ഇതിനിടയിൽ നീലൻ കുഞ്ഞാറ്റെ മിത്തുവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. നിവി കുഞ്ഞുണ്ണിയുമായി മുറിയിലും ഹാളിൽ സതിയും ശ്രീകുണ്ണും നീലനും ശ്രീയും മാത്രമായി. ഈ നിൽക്കുന്ന നിന്റെ ചേട്ടനുണ്ടല്ലോ, അവന്റെ കുഞ്ഞിനെ നോക്കാനൊരിക്കലും അവൻ എന്റെ സഹായം തേടിയിട്ടില്ല. അത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ കുഞ്ഞ് ജനിക്കും മുന്നേ അവനെടുത്ത ലീവ് അവൾക്ക് 1.5 വയസ്സും വരെ അവൻ നീട്ടിയെടുത്തത്. അതേസമയം നീയോ? ദേവി. നീലൻ സതിയുടെ കയ്യിലേക്ക് തന്റെ വിരലുകൾ ചെറുതായി അമർത്തി. ആ ഹൃദയം പറഞ്ഞതൊക്കെ കേൾക്കാമായിരുന്നു. ചില സമയം സ്പർശം മാന്ത്രികമാണ്, ദൈവികവും. സതി കണ്ണും നടച്ച് നീലന്റെ കയ്യിൽ പിടിച്ചു. ഉള്ളിൽ ഉയരുന്നത് ദേഷ്യമല്ല, സങ്കടങ്ങളാണ്, മകളോടുള്ള പരാതികളാണ്. അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും വരെ തന്റെ മനസ്സിങ്ങനെ കിടന്ന് ഉരുളും. സതി നീലനെ നോക്കി. ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചോദ്യങ്ങളും വികാരങ്ങളും അയാളുടെ കണ്ണിനെയും ഈറനാക്കി. അദ്ദേഹം ആ വിരലുകളിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. കുറച്ചു മുന്നേ അത് തടയാനാണ് ആ കൈ തന്നിലേക്ക് വന്നതോ ഈ തവണ അത് ചെയ്തോന്നുള്ള അനുവാദമായിരുന്നു ആ സ്പർശം. നീയൊന്നും പറഞ്ഞില്ല ശ്രീകുട്ടി. മിണ്ടാതെ മുന്നിലിരിക്കുന്നവളെ നോക്കി ചോദ്യം പിന്നെയും ചെന്നു. അമ്മ ഇപ്പൊ എന്തോ കണക്കെടുപ്പ് നടത്തുവാണോ? സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ അവിടെ നിന്നും നോക്കി. നിൽക്ക് ശ്രീകുട്ടി, എന്തായാലും നീയായിട്ട് തുടക്കമിട്ടതല്ലേ, അതുകൊണ്ട് സംസാരിച്ച് തീർന്നിട്ട് മാത്രം നീ പോയാൽ മതി. അമ്മയൊന്ന് പോയേ. അമ്മയോട് തർക്കിച്ചു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് പോണം. നീ പോകുന്നില്ല. ഇതിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് നീ പോയാൽ മതി. കുറെ നാളായി ഓരോന്ന് കേൾക്കുന്നു. പോട്ടെ പോട്ടെ എന്ന് കരുതുമ്പോൾ നിനക്കെന്താ ഇത്ര അഹങ്കാരം? അഹങ്കാരം എനിക്കോ? അവള് പല്ലു ഞെരിച്ചു. അതെ, എന്താ നിനക്ക് സംശയമുണ്ടോ? സതിയും വിട്ടുകൊടുക്കാൻ പോയില്ല. കല്യാണം കഴിഞ്ഞ് 4ന്റെ അന്ന് വന്നതാണ് ശ്രീകുട്ടി നീ ഇവിടെ. പിന്നെ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നത് തുടങ്ങി നിന്റെ വാശി. നിവിക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് നിന്റെ കോളേജ് ഇവിടെ അടുത്തായിരുന്നതുകൊണ്ടും ഞാൻ പോട്ടേന്ന് കരുതി. ഓരോ നേരങ്ങളിൽ നീ കാണിക്കുന്ന പലതും ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നടന്നത്. സങ്കടങ്ങൾ ഒരുപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എന്റെ മോള് പിടിച്ചു നിന്നതല്ലേ, അതിന്റെ ആകുമെന്ന് കരുതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അങ്ങ് കരുതി സമാധാനിച്ചു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സതി അണച്ചു. പിന്നെയും നിവിയും നീയുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടപ്പോ ഞാൻ ആശ്വസിച്ചു. ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു തന്നെ ആശ്വസിച്ചു. പക്ഷെ പിന്നെ നീ എന്നെ ഞെട്ടിച്ചു. നീ ഒരു അമ്മയാൻ പോകുന്നു എന്നറിഞ്ഞ് ഓടി വന്ന എന്നെ നീ നിന്റെ വാക്കുകളാൽ ഇന്ന് നീ അവന് വേണ്ടി ഇത്രയും വാദിക്കുന്നല്ലോ. ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചതല്ലേടി നീ? അല്ലേന്ന്. അമ്മേ, ഒച്ച എടുക്കരുത് ശ്രീകുട്ടി. നിനക്ക് രോഷം കാണിക്കാൻ യാതൊരു അവകാശവുമില്ല. നീ ആ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞെടുത്തു നിന്നും നിനക്കൊപ്പം കാവലായിരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ആദ്യം മരുമോൾക്ക് കുഞ്ഞിനെ വേണ്ട, അത് കഴിഞ്ഞപ്പോ മൂക്കും. എന്താ അല്ലേ? സതിയുടെ മുഖത്തപ്പോൾ സങ്കടത്തെക്കാളും ഉപരി നിസ്സഹായതയായിരുന്നു. ഒരു കുഞ്ഞിക്കാലിനായി പ്രാർത്ഥനയും വഴിപാടുമായി എത്ര പേര് നടക്കുന്നത് നമുക്കറിയാം. അതിനിടയിൽ ഇതുപോലെ കുറെ പേര്. വെറും പുച്ഛം മാത്രമായിരുന്നു അവളുടെ വാക്കുകളിൽ. സഖിയുടെ മുഖം വല്ലാതെ കടുത്തു. കുഞ്ഞുണ്ണിയെ ഈ കയ്യിലേക്ക് 3-ാം മാസം വാങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ആ കുഞ്ഞിനെ നോക്കിയത് ഞാനാണ്. ഒപ്പം കളിക്കാൻ അവന്റെ ചേച്ചിയും ഉണ്ടായിരുന്നു. അന്നു മുതൽ ആ കുഞ്ഞിന് അമ്മ ഞാനല്ലേ ശ്രീകുട്ടി?
അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോടി? സഹ്യ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിയിരുന്നു. പിന്നെ കുഞ്ഞാറ്റ, ഇന്ന് ഞാൻ നിർബന്ധിച്ചാണ് ശ്രീയെ കോളേജിലേക്ക് വിടുന്നത്. ഏതെങ്കിലും ഒരു നിമിഷം അവളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നൊരു തോന്നൽ പോലും അവനുണ്ടായാൽ അപ്പോ അവന്റെ കുഞ്ഞിനു വേണ്ടി അവനെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷെ നീയോ? പറ ശ്രീകുട്ടി, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? മറുപടി ഇല്ലല്ലേ? ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും നീ നിന്റെ മോനെ ഒറ്റയ്ക്ക് നോക്കാൻ തീരുമാനിച്ചു. ശ്രീ മോളുമായി സന്തോഷിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോ പിന്നെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സോ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങുന്നു. തീരുമാനം പോലെ പറഞ്ഞുകൊണ്ട് സതി സോഫയിൽ നിന്നും എഴുന്നേറ്റു. മക്കളെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ നീലന് നേരെ തിരിഞ്ഞു. ഏട്ടനൊന്ന് വരുമോ? എനിക്ക് നല്ല നടുവേദന. മരുന്നിട്ട് ചൂട് പിടിക്കണമെന്ന് തോന്നുന്നു. സതിയുടെ വേദന നിറഞ്ഞ മുഖം കണ്ടതും നീലൻ മോളെയൊന്ന് ശ്രദ്ധിക്കാതെ പോലും അവർക്കൊപ്പം അഴകത്തേക്ക് പോയി. ശ്രീ കുറച്ചു നേരം കൂടി അനിയത്തിയെ നോക്കി നിന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന്റെ ഉള്ളം തുടിച്ചെങ്കിലും ചില ഓർമ്മകളൊക്കെ അവനെ അതിൽ നിന്നും തടഞ്ഞു. മുറിയിലേക്ക് കയറിയതേ ശ്രീകുട്ടി കട്ടിലേക്ക് കിടന്നു. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ ബെഡിൽ ഉറക്കി എഴുന്നേൽക്കാതെ നിവി കാണുന്നത് ഡ്രസ്സ് പോലും മാറാതെ കമിഴ്ന്നു കിടക്കുന്ന ശ്രീകുട്ടിയാണ്. കരയുകയാണെന്ന് അവളുടെ വിറയ്ക്കുന്ന ശരീരം അവനെ ബോധ്യപ്പെടുത്തി. കുറച്ചു മുൻപ് വരെ ഉള്ളിൽ തിളച്ചു പൊങ്ങിയ ദേഷ്യത്തിന് എവിടെയൊക്കെയോ ഒരു ശമനം വന്നു. ശ്രീകുട്ടി അടുത്തേക്ക് നീങ്ങി അവളുടെ തോളിൽ തട്ടി വിളിച്ചതും തൊട്ടു പോകരുതെന്നെ. കഴുത്തു വെട്ടിച്ചവൾ ചാടി എഴുന്നേറ്റു. നിവി ഞെട്ടിപ്പോയി. ശ്രീകുട്ടി, വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? മോളെ ശ്രീ, നിങ്ങളോടല്ലേ പറഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്? രണ്ട് ചെവിയും പൊത്തി അവൾ അലറി. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കുന്നില്ല. സോറി, ഞാൻ വിളിക്കില്ല. പ്ലീസ് റിലാക്സ്. നിവി കട്ടിൽ നിന്നും ഇറങ്ങി അവളിൽ നിന്നും ദൂരെ മാറി നിസ്സഹായായി നിന്നുകൊണ്ട് അവളെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. ശ്രീകുട്ടി അവനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. നിവി ആ വാതിലിലേക്ക് ഒരു നിമിഷം നോക്കിക്കൊണ്ട് സ്വന്തം നെഞ്ചിൽ വലതു കൈയാൽ പതിയെ തട്ടിക്കൊടുത്തു. ശാന്തനു, പറഞ്ഞു നിവി. എടാ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഞാനിപ്പം മുറിയിലുണ്ട് നിവി, താഴേക്ക് വരാം. ഇവിടെ വെച്ച് വേണടാ, പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട്. ഞാനെന്നാൽ ഇവരെ ഇവിടെയാക്കി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം മതിയോ? ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ ഇവർക്കൊപ്പം വേണം. നിവി, മോള് ദേഷ്യത്തിലാണടാ. കുറച്ച് സമയമെടുക്കും, പക്ഷെ ഓക്കെ ആയിക്കോളും. നിവി അവൾ എന്തെങ്കിലും? ശ്രീ ബാക്കി ചോദിക്കാതെ നിർത്തി. അവളിനി എന്ത് പറഞ്ഞാലും അത് എന്നോടല്ലേടാ. നിവി, ഞാൻ വിളിക്കാം ശാന്തനു. അവനെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നിവി കോള് കട്ട് ചെയ്തു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ശാന്തനു. കാഴ്ച മങ്ങുമ്പോഴും നിവിക്കുള്ളിൽ ശ്രീകുട്ടിയോടുള്ള പ്രണയമാണ് മുന്നിട്ട് നിന്നത്. ഫോണും കയ്യിൽ പിടിച്ച് ശ്രീകുട്ടിയെ നിവിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ഡോറ് തുറന്നതും ഉച്ചത്തിൽ ഇക്കിളി ഇട്ട പോലെയുള്ള കിളിക്കൊഞ്ചൽ കേൾക്കുന്നതും. മിത്തു മോളുമായി കുളിച്ചിട്ടിറങ്ങിയിരിക്കുന്നു. ഒരു കുഞ്ഞു ടർക്കിയിൽ ദേഹം മുഴുവനും മൂടി കുഞ്ഞാറ്റയും വെള്ളത്തിൽ നിന്നും മുങ്ങി നിവർന്ന പോലെ രൂപത്തിൽ മിത്തുവും. അവളുടെ കോലം കണ്ടതും അത്രയും നേരം അനുഭവിച്ച ടെൻഷൻ മറന്ന് ശ്രീ ഉറക്കെ ചിരിച്ചുപോയി. ഇതെന്ത് കോലാണടോ? താൻ ഇവളെയാണോ കുളിപ്പിച്ചേ, അതോ ഇവൾ തന്നെയോ? എന്തായാലും നല്ല ബെസ്റ്റ് രൂപം. മഴവെള്ളത്തിൽ നനഞ്ഞ കോഴിയെപ്പോലുണ്ട് തന്നെ കാണാൻ ഇപ്പോൾ. അത് പിന്നെ മോള് ടാബിൽ കളിച്ചപ്പോ അങ്ങനെ നനഞ്ഞു. ഞാനിപ്പോ ഇത് മാറിയിട്ട് വരാം. കുഞ്ഞിനെ അവന്റെ നേരെ നീട്ടി പറയുമ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിൽ അവന്റെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. അവളുടെ വെപ്രാളവും ചമ്മലും കാണെ ശ്രീ പിന്നെയും മിത്തുവിനെ നോക്കി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും എന്തോ വലിയ കാര്യം കേട്ട പോലെ കുഞ്ഞാറ്റയുടെ വായിൽ കൈയൊക്കെ പൊത്തിപ്പിടിച്ച് മിത്തുവിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അച്ചേ, ദേവു, കോയി. മിത്തുവിന്റെ കയ്യിൽ നിന്നും ശ്രീയുടെ തോളിലേക്ക് ചാടിക്കൊണ്ട് കുഞ്ഞും അവളെ നോക്കി ചിരിച്ചു. കോയി അച്ചേ. മിത്തുവിന്റെ നേർക്ക് കൈ ചൂണ്ടി പിന്നെയും പറഞ്ഞതും ശ്രീ അവളുടെ വായി പൊത്തിപ്പിടിച്ചു. കുഞ്ഞാറ്റെ, മിണ്ടാതിരുന്നോ. നിന്റെ ദേവുവിന് ദേഷ്യം വരുന്നുണ്ട്. മിക്കവാറും നിന്നെ എന്നെയും കൂടി നിന്റെ ദേവു ഈ മുറിയിൽ നിന്നും എടുത്ത് പുറത്തേക്കെറിയും, നോക്കിക്കോ. ദേഷ്യം വന്ന് ചുവന്നു നിൽക്കുന്നവളെ കാണെ ശ്രീ കുഞ്ഞിനോടായി അവൾ കേൾക്കും പോലെ പറഞ്ഞു. അച്ഛന് പറ്റിയ മോള്. മറ്റുള്ളവരെ കളിയാക്കുന്ന കാര്യത്തിൽ രണ്ടും മോശമല്ല. തിരിഞ്ഞ് രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അലമാരയിൽ നിന്നും ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി. കുഞ്ഞാവേ, നിന്റെ ദേവു ദേഷ്യത്തിലാണല്ലോ. ദേവു കോയിയല്ലേ അച്ചേ? കുഞ്ഞാട്ട് ചിരിക്കാൻ തുടങ്ങിയതും ശ്രീക്ക് മനസ്സിലായി സംഭവം കൈവിട്ടു പോയെന്ന്. ദൈവമേ, ഈ കുരിപ്പ് പ്രശ്നമാക്കുമല്ലോ. കുഞ്ഞാറ്റെ, മോള് ദേവുനെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. എന്താച്ചാ? കൈയൊക്കെ വിടർത്തി എന്തോ വലിയ കാര്യം ചോദിക്കും പോലെ കുഞ്ഞാറ്റ ശ്രീയുടെ മേശത്തുമ്പ് വലിച്ചോണ്ട് ചോദിച്ചു. ആവൂ, നോവുന്നടി. ഷോറി. ചുണ്ടൊക്കെ പിളർത്തി കണ്ണു നിറയ്ക്കാൻ തുടങ്ങിയതും ശ്രീ പെട്ടെന്ന് വിഷയം മാറ്റി. കുഞ്ഞാവേ, അത് പിന്നെ മോള് ദേവുനെ കോഴിന്നൊന്നും വിളിക്കരുത് കേട്ടോ.
എന്താ? ദേവു മോളുടെ ഗുഡ് ഫ്രണ്ട് അല്ലേ? അപ്പൊ മോൾ അങ്ങനെയൊക്കെ വിളിച്ചാൽ ദേവുവിന് സങ്കടം വരില്ലേ? പാവല്ലേ ദേവു. ശ്രീ ഒരു മയത്തിൽ അവളുടെ അടുത്തിരുന്ന് ഉണ്ണിക്കൊമ്പയിൽ മൂക്കിട്ടുടസി ഇക്കിളിയാക്കി പറഞ്ഞു. ദേവു വേണ്ട അച്ഛേ, എനിക്ക് കോയി എന്നുള്ള പേരാ ഇട്ടം. ഞാൻ ഇനി ദേവുവിനെ കോയിന്ന് വിളിച്ചോളാം. നല്ലതല്ലേ? അവള് കണ്ണൊക്കെ വിടർത്തി സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും ശ്രീ തലയ്ക്ക് കൈയടിച്ച് കട്ടിലിൽ വിഷണ്ണനായിരുന്നു. അവൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇനി ആര് വിചാരിച്ചാലും ആ പേര് മാറ്റാൻ പറ്റില്ലെന്ന് ശ്രീക്ക് മനസ്സിലായി. ദൈവമേ, പെട്ടു. ആ പെണ്ണുങ്ങാനെ ഈ വിളി കേട്ടാൽ തീർന്നു. അച്ഛേ, കോയി വന്നു. ബാത്റൂമിന്റെ ഡോറ് തുറന്ന് മിത്തു പുറത്തേക്ക് വന്നതും കുഞ്ഞാറ്റ കട്ടിലിൽ നിന്നുകൊണ്ട് കൈകൊട്ടി ചിരിച്ച് ശ്രീയെ നോക്കി. മിത്തുവിന്റെ മുഖം വല്ലാതെയായി. അവളുടെ ദേഷ്യം മുഴുവനും ശാന്തനുവിന് നേരെയായി. ദേവാ, ഡോ. ശ്രീ അവളുടെ അടുത്തേക്ക് പോയി നിന്നു. സാറ് മാറിയേ, എനിക്ക് പോണം. ദേവാ പ്ലീസ് ഡോ. ഞാൻ ചുമ്മാ തമാശയ്ക്കപ്പ പറഞ്ഞതാ. സത്യമായിട്ട് ഞാൻ കരുതിയില്ല അവളത് അങ്ങനെ പിടിച്ചെടുക്കുമെന്ന്. സോറി ഡോ, ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞു മാറ്റിക്കോളാം. പ്ലീസ്, ഇനി ഇതിലും വലുതെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് മാറ്റാൻ നോക്കല്ലേ. കൊച്ചു കുഞ്ഞാണ്. നമ്മൾ പറയുന്നതും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരുപാടുള്ള ഏജിലാ കുഞ്ഞാറ്റെ ഇപ്പോ. എന്തെങ്കിലും വിളിച്ചു പറയും മുന്നേ അതൊന്ന് ഓർത്താ കൊള്ളാം. ദേഷ്യത്തോടെയാണെങ്കിലും അത്രയും കാര്യമായി തന്നെ അവനോട് പറഞ്ഞുകൊണ്ട് മിത്തു മോൾക്ക് ഡ്രസ് ഇടാൻ തുടങ്ങി. കോയി. മിത്തുവിന്റെ അടുത്ത് ചെന്നതും അവള് പിന്നെയും വിളിച്ചു. കുഞ്ഞാറ്റെ, മതി. ശാന്തനു ദേഷ്യപ്പെട്ടതും അവള് ചുണ്ടു പിളർത്തി വിതുമ്പാൻ തുടങ്ങി. പ്ലീസ് സർ, വഴക്ക് പറയണ്ട. പറയില്ലെന്ന് പറഞ്ഞിട്ടും പറയുന്ന കേട്ടില്ലേ, എന്നിട്ടൊരു കരച്ചിലും. കുഞ്ഞാണ് സർ, ഇനി അത് ആവർത്തിക്കും. ഇത്രയും നേരം അവൾ പറഞ്ഞപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പൊ ദേഷ്യപ്പെട്ടാൽ അവക്ക് സങ്കടം വരില്ലേ? കുഞ്ഞിനെ അടക്കി പിടിച്ചവൾ ചിറഞ്ഞൊന്ന് ശ്രീയെ നോക്കി. അവനാകെ അബദ്ധപ്പെട്ട പോലെയായി. പിന്നെ ഇപ്പോ അവളുടെ നാവിലുള്ള പേര് കേൾക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ 1-2 ദിവസത്തിനുള്ളിൽ തനി അതങ്ങ് മാറുന്നു പൊക്കോളും. അല്ലാതൊന്നുമില്ല. അവനെ നോക്കാതെ അതൊക്കെ പറയുമ്പോഴും കുഞ്ഞി അവളെ കോയിന്ന് ചെവിക്കരികിലേക്ക് എത്തി വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അച്ഛന്റെ മോളും. അവസാനം അവളുടെ കുറുമ്പിൽ മിത്തുവും ചിരിച്ചുപോയി. ചിരിയോടെ അവളത് പറയുമ്പോൾ കേൾക്കുന്ന ശ്രീയിൽ അതൊരു കല്ലുകടിയുണ്ടാക്കി. ഞാനും എന്റെ മോളും. അപ്പോ മനസ്സിലാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിലും മിത്തു അത് കേട്ടു. അവൾ അത് കേട്ടെന്ന് മനസ്സിലായതും ശ്രീ അവളെ നോക്കാതെ കുഞ്ഞിനെയും വാങ്ങി പുറത്തേക്ക് നടന്നു. സർ. സോറി ദേവ, ഞാൻ വേറെ ഏതോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാ. താനത് കാര്യമായി എടുക്കണ്ട. സർ, അത് ഒരു കാര്യം ചെയ്, താൻ മോളുമായി താഴേക്ക് പൊക്കോ. ഞാൻ ബാഗുമായി പുറകെ വരാം. വിഷയം മാറ്റാൻ എന്ന പോലെ കുഞ്ഞിനെ അവൾക്ക് നൽകി ശ്രീ ബാഗ് എടുക്കാൻ മുറിക്കുള്ളിലേക്ക് കയറി. പക്ഷെ അറിയാതെ പറഞ്ഞുപോയ വാക്കിൽ ആശങ്കപ്പെട്ടുകൊണ്ട് മിത്തു അവനെ നോക്കി അവിടെ തന്നെ നിന്നു. അപ്പൊ കാണാട്ടോ. എല്ലാവരുടെ നിറയെ ഇഷ്ടം. അടുത്ത ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമേ. അപ്പോൾ വായിക്കുന്ന കൂട്ടുകാർക്കും കേൾക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.